ഓക്കെ, ഒരു ഇടക്കാല ഉത്തരവുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. PR സുനിലേക്ക് പോകുന്നു. സുനിൽ, ഒരു വസ്തു ദാനം ചെയ്യണമെങ്കിൽ മുസ്ലിം ആണെന്ന് തെളിയിക്കുക എന്നുള്ള വകുപ്പ് കൂടി നിലവിലെ നിയമത്തിലുണ്ട്. ഇത് മുസ്ലിം വ്യക്തി നിയമത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് കപിൽ സിബൽ വാദിക്കുന്നുണ്ട്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്ന ചോദ്യം, മുസ്ലിങ്ങൾക്കെതിരെ നിയമനിർമ്മാണം പാടില്ലേ എന്നാണ് സഞ്ജീവ് ഖന്ന ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മറുവാദങ്ങൾ അതെങ്ങനെ പുരോഗമിക്കുന്നു PR സുനിൽ? ജോഷിനെ, എന്തായാലും പ്രധാനമായും ഈ വിഷയത്തിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭരണഘടനാ അവകാശങ്ങളാണ് പ്രധാനമായും ഹർജിക്കാർ കോടതിക്ക് മുൻപാകെ ഉന്നയിക്കുന്നത്. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഭരണഘടന നൽകുന്ന സംരക്ഷണവും അവകാശവും ലംഘിക്കപ്പെടുന്നു എന്നതാണ് ഏതായാലും ഈ ഒരു വഖഫ് നിയമ ഭേദഗതി ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നതാണ് കപിൽ സിബൽ ഉൾപ്പെടെയുള്ള അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. 300 വർഷങ്ങൾ മുമ്പുള്ള സ്വത്തുക്കളുടെ തുടർച്ച രേഖപ്പെടുത്തണം, അത് അറിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അതിപ്പോൾ പ്രായോഗികമല്ലാത്ത സാഹചര്യം ഉണ്ടാകും. ഏതായാലും ആ പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റത്തിലേക്ക് കേന്ദ്ര സർക്കാർ പുതിയൊരു നിയമ ഭേദഗതി കൊണ്ടുവരികയാണ്. അതിന്റെ ഭാഗമായുള്ള വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഏതായാലും കപിൽ സിബൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അഭിഭാഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. കോടതിയിൽ ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പ്രധാനമായും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഇത് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതിയാണ്. ഇതിൽ ഭരണഘടനാപരമായി യാതൊരു ലംഘനവുമില്ല എന്നാണ് സോളിസിറ്റർ ജനറൽ പ്രധാനമായും കോടതിയിൽ വാദിക്കുന്നത്. ആരുടെയും അവകാശങ്ങൾ ഇതിൽ ലംഘിക്കപ്പെടുന്നില്ല. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭേദഗതിയാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇതിനെതിരെ വന്നിട്ടുള്ള ഹർജികളൊന്നും നിലനിൽക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം പുരോഗമിക്കുന്നത്. ഏതായാലും കോടതി ഇന്ന് പ്രധാനമായും ഈ ഹർജിക്കാരുടെയും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെയും അഭിപ്രായങ്ങൾ ചോദിച്ചറിയുകയാണ്. ഏതായാലും കോടതി ഒരുപാട് ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോടും ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അതിനെ മറുപടി നൽകിയിട്ടുണ്ട്. ഏതായാലും ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് പോകണം എന്നതായിരിക്കും സുപ്രീം കോടതി ഇന്ന് തീരുമാനിക്കുക. ഏതായാലും ഇന്നത്തെ കോടതിയുടെ തീരുമാനം ഏറെ നിർണായകമാകുന്നത് തീർച്ചയായും ഈ ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിക്കുമോ, അതല്ല മറ്റൊരു ബെഞ്ചിലേക്ക് ഈ കേസ് വിടുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണണം. കാരണം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടുത്ത മാസം വിരമിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബെഞ്ച് ഈ കേസിൽ വാദം കേൾക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു മാസത്തിനകം ഈ കേസിലെ വാദപ്രതിവാദങ്ങൾ തീരാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് മറ്റൊരു ബെഞ്ച് ഇതിന് രൂപീകരിക്കേണ്ടി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇനി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പ്രധാനമായും തീരുമാനിക്കുക. മെയ് മാസത്തിൽ ചീഫ് ജസ്റ്റിസ് വിരമിച്ച് പുതിയ ചീഫ് ജസ്റ്റിസ് വരും. അപ്പോൾ ആ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റായ 2ാമത്തെ ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കുമോ ഈ കേസിലെ തുടർ വാദങ്ങൾ നടക്കുക, കേസ് പരിഗണിക്കുക എന്നൊക്കെ സുപ്രീം കോടതിക്ക് തീരുമാനിക്കേണ്ടി വരും. ഏതായാലും ഈ കേസ് ഒരു ഭരണഘടനാ വിഷയങ്ങൾ ഉയർത്തുന്ന വലിയൊരു കേസാണ്. നേരത്തെ ജമ്മു കാശ്മീരിന്റെ 370-ാം അനുച്ഛേദം റദ്ദാക്കിയ സാഹചര്യത്തിൽ വന്ന കേസ് പോലെ, പൗരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് വന്നിട്ടുള്ള ഹർജികൾ പോലെ, മുത്തലാഖ് നിരോധനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹർജികൾ പോലെ ഒരുപാട് ഭരണഘടനാ വിഷയങ്ങൾ ഉയരുന്ന ഒരു വിശാലമായ ഒരു കേസായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നീണ്ട ഒരു കാലം ഈ കേസിന്റെ വാദപ്രതിവാദങ്ങൾക്കായി വേണ്ടിവരും. അപ്പോൾ ആ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഈ കേസിൽ ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോകുന്നത്. അതായത് നിലവിൽ ഇത് മറ്റൊരു ബെഞ്ചിലേക്ക് വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിന്റെ കാലതാമസം ഇതെല്ലാം എങ്ങനെയായിരിക്കുമെന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സാങ്കേതികമായി തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കോടതി. പ്രത്യേകിച്ച് കപിൽ സിബൽ അടക്കം വാദങ്ങൾ ഉന്നയിക്കുകയാണ്. അതിന് കേന്ദ്ര സർക്കാരിന്റെ മറുപടി വാദങ്ങൾ നടക്കുന്നുണ്ട്. സഞ്ജീവ് ഖന്ന ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കോടതിയിൽ ഈ ഒരു ഇടക്കാല ഒരു ഉത്തരവാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെ PR സുനിൽ? തീർച്ചയായും ഇന്ന് ഈ കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഏതായാലും ഒരു പക്ഷേ ഈ കേസിൽ എല്ലാ ഹർജിക്കാർക്കും നോട്ടീസ് അയച്ച് മറുപടി നൽകാൻ ആവശ്യപ്പെടുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുമോ, അതല്ല ഇത് മറ്റൊരു ബെഞ്ചിലേക്ക് റെഫർ ചെയ്ത് ഈ ഹർജികളെല്ലാം പിന്നീട് ഒരു ദിവസം പരിഗണിക്കുന്ന ഒരു തീരുമാനം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള 3-അംഗ ബെഞ്ച് എടുക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും അതിനുള്ളൊരു സാധ്യതയാണുള്ളത്. കാരണം സാധാരണ ഏത് ബെഞ്ചാണോ ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത് ആ ബെഞ്ചിനാണ് അക്കാര്യത്തിൽ തുടർ
നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു കീഴ്വഴക്കം, അത്തരം ഒരു കീഴ്വഴക്കമാണുള്ളത്. ഏതായാലും ഒരു മാസം കഷ്ടിച്ച് മാത്രമാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇനി സുപ്രീം കോടതിയിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും വലിയൊരു കേസിൽ ആ ഒരു മാസത്തിനകം ഈ കേസിന്റെ വാദങ്ങൾ പൂർത്തിയാക്കിയ ഒരു തീരുമാനം പ്രഖ്യാപിച്ചൊരു വിധി പറയുക പ്രായോഗികമല്ല. കാരണം ഇതിൽ നോട്ടീസ് അയച്ചാൽ ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും സമയം അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും സമയം ഹർജിക്കാർക്ക് നൽകേണ്ടി വരും മറുപടി നൽകാൻ. ആ മറുപടി നൽകിയ ശേഷം പിന്നീട് ആ മറുപടിക്ക് മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച് അതിന് സമയം നൽകേണ്ടി വരും. അപ്പോൾ ഇതിന് തന്നെ വലിയൊരു കാലതാമസം എടുക്കും. അപ്പോൾ മറ്റൊരു ബെഞ്ചിലേക്ക് തന്നെ ഈ കേസ് വിടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഈ ഹർജികളൊക്കെ തന്നെ തള്ളിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് സുപ്രീം കോടതി പോകാനുള്ള സാധ്യതയില്ല. കാരണം ഇത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അവകാശങ്ങൾ ഉയർത്തുന്ന ഒരു കേസാണ്. സ്വാഭാവികമായും അത് വിശദമായി പരിശോധിച്ച് ഇത്രയും ഹർജികൾ വന്നൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾ കൂടി കക്ഷിയായ ഒരു കേസായതുകൊണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കക്ഷി ചേർന്ന കേസായതുകൊണ്ട്, പാർലമെന്റ് അംഗങ്ങൾ കേസിന് വന്ന ഒരു സാഹചര്യത്തിൽ, അപ്പോൾ ഇത്തരത്തിൽ വിശാലമായ ഒരു കേസായതുകൊണ്ട് തന്നെ അത് വിശദമായി കേട്ട് അത്തരത്തിലൊരു തീരുമാനം സുപ്രീം കോടതിക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ കേസിൽ ഉടനെ ഒരു തീരുമാനമെടുത്ത് പോകാൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന് സാധിക്കുകയില്ല. അതുകൊണ്ട് എങ്ങനെയായിരിക്കണം ഈ കേസ് പരിഗണിക്കേണ്ടത്, ഏത് ബെഞ്ചായിരിക്കണം പരിഗണിക്കേണ്ടത് എന്ന കാര്യം സുപ്രീം കോടതി ഒരുപക്ഷെ ഇന്ന് തീരുമാനമെടുത്തേക്കും. അതല്ലെങ്കിൽ അത് മറ്റൊരു ദിവസം എടുക്കാനായി മാറ്റിവെക്കും. ഏതായാലും മറ്റൊരു ബെഞ്ചിലേക്ക് കേസ് മാറാനുള്ള സാധ്യത തന്നെയാണുള്ളത്.